സംസ്ഥയുടെ സെക്രട്ടറി. ഷംസുൽ വഫാത്തായപ്പോൾ നമ്മുടെ സെക്രട്ടറി വേണ്ടേ? അപ്പൊ കാന്തപുരം ഉസ്താദ് സെക്രട്ടറി ആയതാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇയാൾ പറഞ്ഞതോ? ഇയാൾ പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കൂറ്റമ്പാറക്കാരൻ കൂറ്റങ്ങളെ പറയാ, ചെറുതൊക്കെ പറയണ്ടേ, ഒക്കള് പറയണ്ടേ? ഷംസുൽ ഉലമ വഫാത്തായപ്പോ ഇവിടെ സെക്രട്ടറി സ്ഥാനത്ത് ആളില്ല. അപ്പോഴാണ് കാന്തപുരം സെക്രട്ടറി ആയത്. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ പ്രസിഡന്റ് പദവിക്ക് ആളില്ല. അപ്പൊ ഉള്ള ആളെ ഞങ്ങൾ പ്രസിഡന്റായി. എന്താണിതൊക്കെ? ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാലോ? പറയട്ടെ സഹോദരന്മാര്, താജുൽ ഉലമയെ വൈസ് പ്രസിഡന്റായും ഉള്ളാളത്തെ തങ്ങൾ താജുൽ ഉലമ വൈസ് പ്രസിഡന്റായും കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി. പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. എങ്ങനെയാണ്? കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ ഉള്ളാളെ തങ്ങൾ കയറിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഉസ്താദെ അൽഹംദുലില്ലാഹ് നമ്മൾ സ്വീകരിക്കുമായിരുന്നു. ഇത് അങ്ങനെയല്ല ഉണ്ടായത്. കണ്ണിയത്ത് ഉസ്താദ് ഇപ്പുറത്തിരിക്കുമ്പോ അതേപോലെ ഒരു കസാര ഉണ്ടെന്ന് പറഞ്ഞിട്ട് മേനോൻ പറഞ്ഞു കൊടുത്തപ്പോ, മർഹൂം മേനോൻ, ഞങ്ങനെ പറയണം, അയാൾ പോയി. മേനോൻ പറഞ്ഞെന്ത്, നിങ്ങൾ ഇവിടെ ഇരുന്നോളി. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ ഒരു കസാര ഉണ്ട് പറഞ്ഞിട്ട് അവിടെ കയറിയിരുന്നു. അതാണ് പ്രശ്നം. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി ഇപ്പുറത്തിരിക്കുമ്പോൾ അതേ പേരും പറഞ്ഞപ്പുറത്തിരുന്നു പോയി. അതല്ലേ പ്രശ്നം. ഇയാൾ പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ മറ്റാൾ പ്രസിഡന്റായി. ഒന്നുകൂടി കേൾക്കത്, ഒന്നും കേൾപ്പിക്കത്. വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. അങ്ങനെയാണ് കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി. പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. അങ്ങനെയാണ് നീണ്ട കാലം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയുടെ ഉപാധ്യക്ഷനായും അധ്യക്ഷനായും നിലനിന്നത്. അവരുടെ നേതൃത്വത്തിലാണ് നാം പ്രവർത്തിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. കേൾക്കുന്ന പുതിയ ന്യൂ ജനറേഷൻ മനസ്സിലാക്കുക. ആദ്യം കണ്ണിയത്ത് ഉസ്താദ്, പിന്നെ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ താജുൽ ഉലമ, അവരുടെ നേതൃത്വത്തിന്റെ കീഴിലാണ് നമ്മളുള്ളത്. ഓ അൽഹംദുലില്ലാഹ്. പിന്നെ എന്തിനാ നമ്മളിവരെ എതിർക്കുന്നത്? എന്നാ പിന്നെ അതിലപ്പം കൂടല്ലേ നല്ലത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി നോക്കൂ നിങ്ങൾ. ബാക്കി പറയട്ടെ. ഈ വലിയ മഹാന്മാരൊക്കെ ഉള്ളപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ഷംസുൽ ഉലമ. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ഷംസുൽ ഉലമയുടെ ദർജയ്ക്ക് പഠിച്ചവനെ ഇവരെ ദ്വയങ്ങനെ കാത്തിരിക്കല്ലേ ഷംസുൽ ഉലമ. ഷംസുൽ ഉലമ സെക്രട്ടറി ആയപ്പോൾ അന്ന് ഈ കാണുന്ന വലിയ 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 പണ്ഡിതന്മാരൊക്കെ ഉള്ള അക്കാലത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അന്ന് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാനും ഷംസുൽ ഉലമ ഇല്ലാത്തപ്പോൾ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആള് വേണ്ടേ? അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അന്നത്തെ ആലിമീങ്ങൾ തെരഞ്ഞെടുത്തതാണ് സെക്രട്ടറി. പ്രിയപ്പെട്ട സഹോദരന്മാര്, സെക്രട്ടറി വഫാത്തായി, ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. ഇപ്പോൾ സമസ്തക്ക് ഒരു അധ്യക്ഷൻ, ഒരു സെക്രട്ടറി. കണ്ടോ ഷംസുൽ വഫാത്തായപ്പോ ആ പദവിയിലേക്ക് ആര് കയറിയിരുന്നു? ഈ സാധനം കയറിയിരുന്നു. നിങ്ങൾ ആലോചിച്ചു. ഞാൻ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ നാവ് കടത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് കളവ് പറയാനൊക്കെ മടിയില്ലാത്ത ആളുകൾ. അതിനിപ്പോൾ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധുക്കള് തലപ്പത്തിരിക്കുന്ന അങ്ങനല്ലേ. അയാളിപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് ഇടപെട്ട കളവുകളൊക്കെ സുബ്ഹാനല്ലാഹ്, അതന്നെ ഒരു പറയാൻ ഒരു പൊളിറ്റിക്സ് എന്നൊരു ഫോൾഡർ നമുക്കുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ സത്യത്തിന് കൂടെ നിൽക്കുക. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നമ്മൾ ഉറച്ചു നിൽക്കുക. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കടന്നു വന്നാലും എൻ്റെ പ്രിയപ്പെട്ടവർ പെട്ടുപോകരുത്. ആ പ്രസ്ഥാനത്തിൻ്റെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ആദർശ രംഗത്തായാലും മറ്റ് പല രംഗത്തായാലും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ